ഭക്ഷണം കൊടുത്ത് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള മുഴുവൻ നന്മകളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത രാജ്യത്തിലും സമ്പൂർണ്ണമായി ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് കാണാൻ കഴിയും. അബുൽ അഅ്ല മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘം അവർ ആദിമകാലങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് കുഫറായി വ്യാഖ്യാനിച്ചത്, ജനാധിപത്യത്തോട് സഹകരിക്കുന്നത് ശിർക്കായി പ്രഖ്യാപിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ ഇസ്ലാമിക ഭരണം പകരം വരികയില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ കാലക്രമേണ ഏതെല്ലാം നക്സൽ പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ച ദുർഗതി അവർക്കുമുണ്ടായി. സ്വന്തം ആശയം പ്രയോഗവൽക്കരിക്കാൻ കഴിയില്ല എന്നറിയുമ്പോൾ അത് താഴ്ത്തിവെക്കുകയും പുറമെ ഈ ലക്ഷ്യം നിഗൂഢമായി ഉള്ളിൽ വളർത്തി അതിൻ്റെ കനലുകൾ അത് ഊതിപ്പുകയ്ക്കുന്ന രൂപത്തിൽ പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പൊതുപ്രവർത്തനങ്ങളുടെയും സുസമ്മതമായ ആശയങ്ങളുടെയും അജണ്ടകൾ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. തർക്കമില്ലാത്ത വിഷയങ്ങൾ, ആതുര സേവനം, കാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതുവായ നമ്മുടെ ആവശ്യങ്ങൾ, അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇത് ലോകത്ത് തർക്കമില്ല. ജാതിയും മതവും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പോരുതുകയും നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഭൗതിക അജണ്ടകൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആ ഭൗതിക അജണ്ടകൾ മാത്രം ലാക്കാക്കി പ്രവർത്തിച്ച് അതിന് ഫോറം ഉണ്ടാക്കി അതിനുവേണ്ടി സോളിഡാരിറ്റി തീർത്ത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്ന ആ ഒരു ഹാവഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിലെത്തുന്ന ശരിയായ ഇസ്ലാമിക ആദർശങ്ങളെ ശാഖാപരമായി നിസ്സാരമായി അവഗണിച്ച് അത്തരം കാര്യങ്ങൾ പറയുന്നവരെ അവർ കേവലം മതസംഘടനകളാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും മതസംഘടനകൾ എന്ന് ഈ രായ്ഖരാമാനം പറയുകയും നാഴികക്ക് 40 വട്ടം ഒരു പുച്ഛ സ്വഭാവത്തിൽ അതേക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്ത് മതസംഘടനകൾ എപ്പോഴും സങ്കുചിതമായ അജണ്ടകളിലാണുള്ളത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർക്ക് സംസാരിക്കാനുള്ളത് ആകാശത്തിന് മീതെയുള്ള കാര്യം, ഭൂമിക്ക് താഴെയുള്ള കാര്യം. കേട്ടാൽ നമുക്ക് തോന്നും ശരിയാണ്, ദുനിയാവിലുള്ളൊന്നും ഇവർക്ക് പറയാനില്ല. എന്താ ആകാശത്തിന് മീതെ സ്വർഗമാണ്, എന്താ ഭൂമിക്ക് താഴെ നരകമാണ്. അപ്പൊ സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എവിടെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്? ഈ ദുനിയാവിലാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നവർക്ക് ദുനിയാവിനെ അവഗണിക്കാൻ കഴിയില്ല. ദുനിയാവിൽ നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, ദുനിയാവിൽ നിങ്ങൾ മാതാപിതാക്കളെ അവർക്ക് നന്മ ചെയ്യണം, ദുനിയാവിൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, നിങ്ങൾ അശരണരെ സഹായിക്കണം, നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകണം, സക്കാത്ത് നൽകണം, കൃത്യമായി നമസ്കരിക്കണം, അതേപോലെ ജീവിതത്തിന്റെ മുഴുവൻ ധാർമ്മികതയും പുലർത്തണം. ദുനിയാവ് ഒഴിവാക്കി സ്വർഗപ്രവേശനത്തെക്കുറിച്ച് ഒന്നും ആർക്കും പറയാനില്ല. പക്ഷേ ദുനിയാവിലെ ഏതൊരു കാര്യവും അത് സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നവരെ, അത് പഠിപ്പിക്കുന്നവരെ, ഇത്തരം ക്യാമ്പുകളെയും ഒരുമിച്ച് കൂടലുകളെയും ഒക്കെ എന്താണ്, അതൊരു മതസംഘടനകളുടെ സങ്കുചിതമായ അജണ്ട. പരലോകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകും ഇത് സങ്കുചിതമാണോ അല്ലേ. ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ 2 വ്യക്തികൾ വന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഏതാണ്ട് 5 സ്ഥലങ്ങളിൽ ഈ വിശേഷം വന്നിട്ടുണ്ട്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയാണ്. അമ്മൽ അവ്വൽ യസ്കുൽ ഐല വൽ ആഖിറു യസ്കു ഖത്അ തരീഖ്. ഒന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു പട്ടിണി, രണ്ടാമത്തെ ആൾ പറഞ്ഞു വഴിക്കൊള്ള. എന്താ ഇത്? 2 മൗലികമായ പ്രശ്നങ്ങൾ. ദുനിയാവിനെ മാനദണ്ഡമാക്കി നോക്കിയാൽ 2 അടിസ്ഥാനപരമായ പ്രശ്നം. ഒന്ന് പട്ടിണി മാറണം, 2 കള്ളന്മാരുടെ ജീവിതം തടസ്സപ്പെടുത്തുന്നവരുടെ ദുരിതങ്ങളിൽ നിന്ന് കരകയറണം, വഴിക്കൊള്ളക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. 2 നാട്ടുകാർ ഭരണാധികാരി കൂടിയായ പ്രവാചകന്റെ അരികിൽ വന്ന് നിവേദനം സമർപ്പിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടോ പ്രവാചകൻ അവരോട് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? ആരാണ് പട്ടിണിയെക്കുറിച്ച് പരാതി പറഞ്ഞത്? നോക്കൂ, നാളെ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളെ കിട്ടാത്ത ഒരു കാലം വരും. ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ന് പട്ടിണിയാണെങ്കിൽ നാളെ ധന്യതയാണ്, ഇന്ന് ധന്യതയാണെങ്കിൽ നാളെ പട്ടിണിയാണ്. ദുനിയാവിൻ്റെ ഏത് കാര്യവും അത് കയറിയും ഇറങ്ങിയും ഇരിക്കും, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖമാണ്. അനശ്വരമായ സുഖമോ അനശ്വരമായ ദുഃഖമോ മുസ്ലിമായാലും അല്ലാത്തവനായാലും അള്ളാഹു നിർണയിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. ദുനിയാവിൽ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ദുനിയാവ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് പട്ടിണിയെക്കുറിച്ച് പറയുന്നവർ നാളെ അത് പറയേണ്ടി വരില്ല. നബി അതിനെ ശാഖാപരമായി അവഗണിച്ച് കളഞ്ഞൊന്നുമല്ല. രണ്ടാമത്തെ ആൾ വഴിക്കൊള്ളയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ഭീതിയിലാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നിർഭയത്വമാണ്. നാളെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നാടിൻ്റെ ഏതു ഭാഗത്ത് നിന്നും മക്കയിലേക്ക് വരാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഓരോരുത്തരും തനിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം.
ആരും കൂടെയില്ലാതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിവിടെ ജീവിക്കാൻ അവസരം നൽകിയ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിന്റെ അരികിലേക്ക് മരിച്ചു കഴിഞ്ഞു മടങ്ങി അവന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കണം. ലൈസ ബൈനഹു വ ബൈനഹു ഹിജാബ്, അള്ളാഹുവിനും അവനുമിടയിൽ മറയില്ല. വലാ തർജുമാനുൻ യുതർജമു ലഹു, അവന് വിവർത്തകനായി ഭാഷാന്തരം ചെയ്തു കൊടുക്കാൻ ഒരു ഇടയാളനെ വെക്കാൻ സാധ്യമല്ല. സുമ്മല യഖൂലന്ന, തീർച്ചയായിട്ടും റബ്ബ് അവനോട് ചോദിക്കും, അലം ഊതിക മാല, ഞാൻ നിനക്ക് ധനം തന്നിരുന്നില്ലേ? ഫലയഖൂലന്ന ബല, തീർച്ചയായും അവൻ പറയും അതെ. സുമ്മല യഖൂലന്ന അലം ഉർസിൽ ഇലൈക റസൂല, ഞാൻ നിന്നിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നില്ലേ? ഫലയഖൂലന്ന ബല, തീർച്ചയായിട്ടും അവൻ പറയും അതെ. അള്ളാഹു അവിടെ വെച്ച് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് പ്രവാചകനെ തന്നില്ലേ, കിതാബ് തന്നില്ലേ, നിങ്ങൾ തൗഹീദ് പഠിച്ചില്ലേ, നിങ്ങൾക്ക് സ്വത്ത് തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. നമ്മുടെ ആദർശം, നമ്മുടെ ആരാധന, നമ്മുടെ സംസ്കരണം, നമ്മുടെ വസ്ത്രധാരണ മര്യാദകളെ കുറിച്ച് പോലും പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ഇസ്ലാമികമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഒരു വിഷയത്തെയും ചെറുതായി കാണേണ്ടതില്ല. എല്ലാ വിഷയവും അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാത്ത പക്ഷം എന്തുകൊണ്ട് നീ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സംഗതി വർജിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതിൽ ഫറലായ കാര്യങ്ങളാണ് വർജിച്ചത് എങ്കിൽ കഠിനമായ ശിക്ഷയുണ്ടാകും. സുന്നത്തായ കാര്യങ്ങളാണ് വർദ്ധിച്ചത് എങ്കിൽ നാം പാഴാക്കിപ്പോയ അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്ത് നാളെ നമ്മൾ വിരൽ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി റബ്ബിന്റെ മുന്നിൽ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം. അവൻ ഫയൻളുറു അൻ യമീനിഹി ഫലാ യറാ ഇല്ലന്നാർ, വലത്തോട്ട് അവൻ നോക്കും, നരകമല്ലാതെ കാണാനില്ല. സുമ്മ യൻളുറു അൻ ശിമാലി, ഇടത്തോട്ട് നോക്കുമ്പോഴും ഫലാ യറാ ഇല്ലന്നാർ, നരകമല്ലാതെ കാണാനില്ല. അതുകൊണ്ട് നാളെ നരകം ഹാജരാക്കപ്പെട്ട് ആദ്യം നരകം കൊണ്ടുവരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, ആ നരകം കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും വിലയിരുത്തപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന റബ്ബിന്റെ മുന്നിൽ നമുക്ക് ഈ ആരോഗ്യവും മജ്ജയും മാംസവും ബുദ്ധിയും സവിശേഷമായ വിവേചന ശക്തിയും അറിവും ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം പ്രദാനം ചെയ്ത കാരുണ്യവാനായ അള്ളാഹു ഏറ്റവും വലിയ കരുണയായി നമുക്ക് നൽകിയത് ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ള അറിവാണ്. സ്വർഗത്തിലെത്താൻ സ്വീകരിക്കേണ്ട ആദർശം എന്താണ് എന്നുള്ള ഹിദായത്താണ്. ആ ഹിദായത്ത് തന്നിട്ട് അതിനോട് നിങ്ങൾ എങ്ങനെ കൂറുപുലർത്തി നന്ദിയുള്ളവരായി ജീവിച്ചോ? അതോ നിങ്ങൾ ഭൗതികാസക്തിയിൽ പരാജയപ്പെട്ടു പോയോ? ദുനിയാവിന് പ്രാധാന്യം കൊടുത്തോ? വലിയൊരു വിഭാഗം ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, പരലോകമാണ് നല്ലത്, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അനശ്വരമായത് പരലോകമാണ്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നന്നായി പഠിക്കണം. മരണത്തെക്കുറിച്ച് ഓർക്കണം. ഖബറിൽ കഴിച്ചുകൂട്ടേണ്ട കാലഘട്ടങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകണം. വിചാരണ ഒരു സത്യമാണ് എന്ന് ഉൾക്കൊള്ളണം. ആ സമയത്ത് ആരും നമ്മെ സഹായിക്കാനില്ല, പാർട്ടിക്കാരുണ്ടാവില്ല എന്നറിയണം. അതുകൊണ്ട് ഇസ്ലാമിക വിഷയങ്ങളുടെ മുൻഗണനാക്രമവും പ്രാധാന്യക്രമവും അത് കൃത്യമായി പ്രമാണങ്ങളിലൂടെ തന്നെ പഠിച്ചറിഞ്ഞ് തൗഹീദിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവനെ മാത്രം ആരാധിക്കുകയും അതേപോലെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിധേയമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ ഭൗതിക രംഗത്തും ഒരിക്കലും നമ്മൾ പിറകിലാവുകയില്ല, പരലോകത്ത് നഷ്ടക്കാരിലും ഉൾപ്പെടുകയില്ല. ആ ഒരു മഹാഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയ്ക്ക് നേരെ ദുർവ്യാഖ്യാനങ്ങളും കൂട്ടിച്ചേർത്തലുകളും നടത്തി ഇസ്ലാമിന് ഭീകരവാദത്തിൻ്റെ മുഖം കൊടുക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ആധാരശിലകൾ തേടിയുള്ള ഒരു സംസാരമാണ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അധികാരവും ഭരണവും വിപ്ലവവും ഒക്കെ കൂട്ടിച്ചേർക്കുകയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തി ഭീകരവാദത്തിൻ്റെ വഴി സ്വീകരിക്കുകയും ലോകം മുഴുവനും ഇന്ന് ഇസ്ലാമിന് നേരെ ഭീകരവാദത്തിൻ്റെ മുദ്ര ചാർത്തി, കളങ്കം ചാർത്തി മുസ്ലിങ്ങളെ മുഴുവനും തെറ്റുകാരായും ഒറ്റുകാരായും സംശയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ത് എന്നതാണ് യഥാർത്ഥത്തിൽ ബഹുമാനായ ശംസുദ്ദീൻ പാലത്ത് ഇവിടെ വിശദീകരിച്ചത്. പലപ്പോഴും നാം അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാതിരിക്കുമ്പോൾ കേവലമായ സംഘടനാ പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയോ ഒരു ഗ്രൂപ്പോ ഒരു പാർട്ടിയോ ഒരു പരിപാടി നടത്തി തങ്ങളെ എതിർചേരിയിലുള്ളവരെയും തങ്ങൾ അംഗീകരിക്കാത്തവരെയും ഒക്കെ തെറി പറഞ്ഞും പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും തങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല സംഘടന എന്ന് വീമ്പ് പറയുന്ന കേവലം സംഘടനാ പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സ് ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും ചിത്രീകരിച്ചു പോകരുത്. ഇത് ഇന്ന് ലോകത്ത് മുഴുവനും മുസ്ലിങ്ങൾ
അനുഭവിക്കുന്ന, ഇസ്ലാമിന് നേരെ ഇന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളുടെയും മൂലഹേതു